ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് പ്രഭാഷകന്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ നിന്നുള്ള ആദ്യത്തെ വീഡിയോയാണ്. ഇതിനു സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ ഫീസ് സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ അയച്ചതിനു ശേഷം പരീക്ഷയിൽ പങ്കെടുക്കുന്ന ആളുടെ പേരും പരീക്ഷ എഴുതുന്ന നമ്പരും വാട്സപ്പിൽ അയച്ചു തരേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പഠന സഹായി പുസ്തകം തയ്യാറായിട്ടുണ്ട്. നിലവിൽ പൈസ അയച്ച മുഴുവൻ ആളുകൾക്കും ഇന്നലെ കൊണ്ട് പുസ്തകം അയച്ചു കഴിഞ്ഞു. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ പുസ്തകം എല്ലാവരുടെയും കൈകളിൽ എത്തുന്നതായിരിക്കും. ഇനിയും പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. കൂടുതൽ പുസ്തകം ആവശ്യമുള്ളവർക്ക് പോസ്റ്റൽ ഫീസ് സൗജന്യമായി അയച്ചു തരുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, പ്രഭാഷകൻ അധ്യായം 47-ൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? 25. പ്രഭാഷകൻ അധ്യായം 47-ന്റെ ആദ്യത്തെ തലക്കെട്ട് ദാവീദ്. 3. ആർക്കുശേഷം ദാവീദിന്റെ നാളുകളിൽ നാഥാൻ പ്രവചനം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് അധ്യായം 47 ആരംഭിക്കുന്നത്. സാമുവലിനു ശേഷം. അവിടെ അവന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് സാമുവലിനെയാണ് ഉദ്ദേശിക്കുന്നത്. 4. സാമുവലിനു ശേഷം ആരുടെ നാളുകളിലാണ് നാഥാൻ പ്രവചനം നടത്തിയത്? ദാവീദിന്റെ. 5. സാമുവലിനു ശേഷം ദാവീദിന്റെ നാളുകളിൽ പ്രവചനം നടത്തിയത് ആര്? നാഥാൻ. 6. സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പ് എന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ദാവീദ്. 7. സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ എവിടെ നിന്നാണ് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഇസ്രായേൽ ജനത്തിൽ നിന്ന്. 8. ആരോട് എന്നതുപോലെയാണ് ദാവീദ് സിംഹങ്ങളുമായി കളിയാടിയത്? കോലാട്ടിൻ കുട്ടികളോട് എന്ന പോലെ. 9. ദാവീദ് കോലാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ ആരുമായാണ് കളിയാടിയത്? സിംഹങ്ങളുമായി. 10. ദാവീദ് ആരോടുകൂടെ എന്ന പോലെയാണ് കരടികളുമായി കളിയാടിയത്? ചെമ്മരിയാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ. 11. ദാവീദ് ചെമ്മരിയാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ കളിയാടിയത് ആരുമായി? കരടികളുമായി. 12. എപ്പോഴാണ് അവൻ ദാവീദ് കവണിയിൽ കല്ലു ചേർത്ത് കരമുയർത്തിയപ്പോൾ ഗോലിയാത്തിന്റെ അഹങ്കാരം തകർത്തില്ലേ എന്ന് പ്രഭാഷകൻ ചോദിക്കുന്നത്? യൗവനത്തിൽ. 13. അവൻ ദാവീദ് യൗവനത്തിൽ എന്തിൽ കല്ലു ചേർത്ത് കരമുയർത്തിയപ്പോഴാണ് ഗോലിയാത്തിന്റെ അഹങ്കാരം തകർത്തത്? കവണിയിൽ. 14. അവൻ യൗവനത്തിൽ കവണിയിൽ കല്ലു ചേർത്ത് കരമുയർത്തിയപ്പോൾ ആരുടെ അഹങ്കാരമാണ് തകർത്തത്? ഗോലിയാത്തിന്റെ. 15. ആ മല്ലനെ കൊന്ന് അവൻ ജനത്തിന്റെ അപമാനം നീക്കിയില്ലേ? ഇവിടെ പറയുന്ന ആ മല്ലൻ ആര്? അവൻ ആര്? മല്ലൻ ഗോലിയാത്ത്, അവൻ ദാവീദ്. 16. ദാവീദ് ജനത്തിന്റെ അപമാനം നീക്കിയത് എങ്ങനെ? മല്ലനെ കൊന്ന്, അതായത് ഗോലിയാത്തിനെ കൊന്ന്. 17. ആ മല്ലനെ കൊന്ന് അവൻ ആരുടെ അപമാനമാണ് നീക്കിയത്? ജനത്തിന്റെ. 18. ആ മല്ലനെ കൊന്ന് അവൻ ജനത്തിന്റെ എന്താണ് നീക്കിയത്? അപമാനം. 19. ദാവീദ് ആരോട് അപേക്ഷിച്ചു എന്നാണ് പ്രഭാഷകൻ 47:5 പറഞ്ഞിരിക്കുന്നത്? അത്യുന്നതനായ കർത്താവിനോട്. 20. അത്യുന്നതനായ കർത്താവിനോട് അപേക്ഷിച്ചതാര്? ദാവീദ്. 21. തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് അവന്റെ ദാവീദിന്റെ വലതുകരം ശക്തമാക്കി. ആര്? അത്യുന്നതനായ കർത്താവ്. 22. എന്തിനു വേണ്ടിയാണ് അത്യുന്നതനായ കർത്താവ് അവന്റെ ദാവീദിന്റെ വലതുകരം ശക്തമാക്കിയത്? തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന്. 23. തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ആരെ കൊല്ലുന്നതിനാണ് അവിടുന്ന് അവന്റെ ദാവീദിന്റെ വലതുകരം ശക്തമാക്കിയത്? ഒരു യുദ്ധവീരനെ. 24.
പതിനായിരങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് അവർ അവനെ മഹത്വത്തിന്റെ കിരീടമണിയിച്ചു. ആരെ? ജനം ദാവീദിനെ. 25 ആരുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്തു വിളിച്ചുകൊണ്ടാണ് ജനം ദാവീദിനെ മഹത്വത്തിന്റെ കിരീടമണിയിച്ചത്? പതിനായിരങ്ങളുടെ മേൽ. 26 പതിനായിരങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് അവർ അവനെ എന്താണ് അണിയിച്ചത്? മഹത്വത്തിന്റെ കിരീടം. 27 എന്തിനെ പ്രതിയാണ് ജനം അവനെ സ്തുതിച്ചത്? കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി. 28 കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി അവർ ചെയ്തതെന്ത്? അവനെ സ്തുതിച്ചു. 29 ആരെ അവൻ? ദാവീദ് തുടച്ചുമാറ്റി എന്നാണ് പ്രഭാഷകൻ 47:7 പറഞ്ഞിരിക്കുന്നത്. ചുറ്റുമുള്ള ശത്രുക്കളെ. 30 ചുറ്റുമുള്ള ശത്രുക്കളെ അവൻ ദാവീദ് ചെയ്തത് എന്ത്? തുടച്ചുമാറ്റി. 31 ആരെയാണ് അവൻ ദാവീദ് നശിപ്പിച്ചത്? എതിരാളികളായ ഫിലിസ്ത്യരെ. 32 എതിരാളികളായ ഫിലിസ്ത്യരെ അവൻ ദാവീദ് ചെയ്തതെന്ത്? നശിപ്പിച്ചു. 33 ഇന്നും അവർ ശക്തിയറ്റവരായി കഴിയുന്നു. ആര്? എതിരാളികളായ ഫിലിസ്ത്യർ. 34 തന്റെ എന്തിലാണ് അവൻ ദാവീദ് അത്യുന്നതന്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചത്? തന്റെ എല്ലാ പ്രവൃത്തികളിലും. 35 തന്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതന്റെ മഹത്വം പ്രകീർത്തിച്ച് ആർക്കാണ് കൃതജ്ഞത അർപ്പിച്ചത്? പരിശുദ്ധനായ ദൈവത്തിന്. 36 തന്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതന്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് എന്തു ചെയ്തു? കൃതജ്ഞത അർപ്പിച്ചു. 37 അവൻ പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു. ആര്? ദാവീദ്. 38 ദാവീദ് ഗായക സംഘത്തെ നിയോഗിച്ചത് എന്തിന്? ബലിപീഠത്തിനു മുമ്പിൽ മധുരമായ ഗാനമാലപിക്കാൻ. 39 ബലിപീഠത്തിനു മുമ്പിൽ മധുരമായ ഗാനമാലപിക്കുവാൻ ദാവീദ് നിയോഗിച്ചതാരെ? ഗായക സംഘത്തെ. 40 ദാവീദ് ഉത്സവങ്ങൾക്ക് എന്തെല്ലാമാണ് ചെയ്തത്? മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു. 41 ദാവീദ് മനോഹാരിത പകർന്നത് എന്തിന്? ഉത്സവങ്ങൾക്ക്. 42 ദാവീദ് എന്തിന്റെ കാലമാണ് നിശ്ചയിച്ചത്? ഉത്സവങ്ങളുടെ. 43 ഉത്സവങ്ങളുടെ എന്താണ് ദാവീദ് നിശ്ചയിക്കുകയും ചെയ്തത്? കാലം. 44 അവർ ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുമ്പ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായി. ആര്? ഗായക സംഘം. 45 ഗായക സംഘം എന്തു ചെയ്തപ്പോഴാണ് അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുമ്പ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായത്? ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ. 46 കർത്താവ് അവന്റെ പാപം നീക്കിക്കളയുകയും അവന്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തു. ആരുടെ? ദാവീദിന്റെ. 47 ആരാണ് ദാവീദിന്റെ പാപം നീക്കിക്കളയുകയും അവന്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തത്? കർത്താവ്. 48 കർത്താവ് ദാവീദിന്റെ എന്താണ് നീക്കിക്കളഞ്ഞത്? പാപം. 49 കർത്താവ് ദാവീദിന്റെ എന്താണ് എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തത്? അധികാരം. 50 അവിടുന്ന് അവന്റെ രാജത്വവും ഇസ്രായേലിൽ മഹത്വത്തിന്റെ സിംഹാസനവും ഉടമ്പടി വഴി നൽകി. ആര്? ആർക്ക്? കർത്താവ് ദാവീദിന്. 51 കർത്താവ് ദാവീദിന് എന്തെല്ലാമാണ് ഉടമ്പടി വഴി നൽകിയത്? രാജത്വവും ഇസ്രായേലിൽ മഹത്വത്തിന്റെ സിംഹാസനവും. 52 കർത്താവ് ദാവീദിന് രാജത്വവും ഇസ്രായേലിൽ മഹത്വത്തിന്റെ സിംഹാസനവും എന്തുവഴിയാണ് നൽകിയത്? ഉടമ്പടി വഴി. 53 പ്രഭാഷകൻ അധ്യായം 47 രണ്ടാമത്തെ തലക്കെട്ടെന്ത്? സോളമൻ. 54 ബുദ്ധിമാനായ ഒരു പുത്രൻ അവന് പിൻഗാമിയായി. ആർക്ക്? ദാവീദിന്. 55 ദാവീദിന് പിൻഗാമിയായതാര്? ബുദ്ധിമാനായ ഒരു പുത്രൻ. 56 അവൻ നിമിത്തം പുത്രന്റെ ജീവിതം സുരക്ഷിതമായി. ആരു നിമിത്തം? ദാവീദു നിമിത്തം.
57 ദാവീദ് നിമിത്തം ആരുടെ ജീവിതമാണ് സുരക്ഷിതമായത്? പുത്രൻ സോളമനാണ്. 58 അവൻ ദാവീദ് നിമിത്തം പുത്രന്റെ എന്താണ് സുരക്ഷിതമായത്? ജീവിതം. ഇങ്ങനെ 58 ചോദ്യങ്ങളാണ് പ്രഭാഷകൻ 47-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. വീഡിയോയുടെ ആദ്യ ഭാഗത്ത് മോക്ക് ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു. 100 മോക്ക് ടെസ്റ്റുകളാണ് ആകെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം പഠന സഹായിയുടെ കാര്യവും പറഞ്ഞിരുന്നു. കുറേയധികം ആളുകൾക്ക് പോസ്റ്റിൽ നിലവിൽ പുസ്തകം അയച്ചു നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 6ഓളം സെന്ററുകളിൽ പുസ്തകം എത്തിച്ചിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും കുറച്ച് സ്ഥലങ്ങളിൽ പുസ്തകം എത്തിക്കുന്നതിന് ഒരു ശ്രമം നടത്തുകയാണ്. അതിന് നിങ്ങളുടെ ഒരു സഹായം കൂടി എനിക്ക് ആവശ്യമുണ്ട്. 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഒന്ന്, നിങ്ങളുടെ ദേവാലയത്തിനോടോ രൂപതയോടോ ചേർന്ന് ഉള്ള ബുക്ക് സ്റ്റോളുകളുടെ അല്ലെങ്കിൽ വിശുദ്ധ വസ്തുക്കൾ വിൽക്കുന്ന സെന്ററുകളുടെയോ നമ്പറുകൾ എനിക്ക് അയച്ചു തരിക. രണ്ടാമതൊരു സഹായം കൂടി ആവശ്യമുള്ളത്, ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഈ സ്ഥലങ്ങളിൽ പുസ്തകം എത്തിക്കുന്നതിന് എന്നെ സഹായിക്കുക. അപ്പോൾ അങ്ങനെ കഴിയുന്ന ആളുകൾ കോണ്ടാക്ട് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. എല്ലാവരും നന്നായി വചനം പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.